വളരെ ദുഃഖകരവും പ്രയാസപ്പെടുത്തുന്നതും അതുപോലെ ആശങ്കയുള്ളതുമായ ഒരു വാർത്തയാണ് ഗൾഫിൽ നിന്നും വരുന്നത്. വരുന്ന 3 മാസത്തിനുള്ളിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ഗൾഫിൽ ജോലി നഷ്ടമാകും. സെയിൽസ്, മാർക്കറ്റിംഗ് മേഖലകളിൽ സ്വദേശീവൽക്കരണം ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ. 30-ൽ നിന്ന് 60% ഈ രാജ്യത്ത് ഈ മേഖലയിലെ സ്വദേശീവൽക്കരണം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സ്വകാര്യ മേഖലയിൽ കൂടുതൽ വിദേശികൾക്ക് ജോലി ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് മാനവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം അറിയിക്കുന്നത്. പുതിയ ഈ നീക്കത്തിലൂടെ മലയാളികൾ ഉൾപ്പെടെയുള്ള സൗദിയിലെ 10,000-കണക്കിന് പ്രവാസികൾക്കാണ് തൊഴിൽ നഷ്ടപ്പെടുന്നത്. കാരണം ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ മലയാളികളാണ് ജോലി ചെയ്യുന്നത്. മാർക്കറ്റിംഗ് മാനേജർ, പരസ്യ ഏജന്റ്, ഗ്രാഫിക് ഡിസൈനർമാർ, പബ്ലിക് റിലേഷൻസ് സ്പെഷ്യലിസ്റ്റ് തുടങ്ങി 10ഓളം തസ്തികകൾ മാർക്കറ്റിംഗ് വിഭാഗത്തിലും, സെയിൽസ് മാനേജർ, റീറ്റെയിൽ ഹോൾസെയിൽ പ്രതിനിധികൾ തുടങ്ങി സെയിൽസ് വിഭാഗം തസ്തികകളിലും ഇനി മുതൽ പുതിയ നിയമം അനുസരിച്ച് 60% സ്വദേശികളെ നിയമിക്കണം. മാർക്കറ്റിംഗ് തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്ക് കുറഞ്ഞ വേതനം 1,500 റിയാലാക്കി ഉയർത്തി. 3 അതിലധികമോ ജീവനക്കാരുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പുതിയ നിയമം ബാധകമായിരിക്കും. നിയമം നടപ്പിലാക്കാൻ സ്ഥാപനങ്ങൾക്ക് 3 മാസത്തെ സാവകാശവും നൽകിയിട്ടുണ്ട്. നിശ്ചിത കാലയളവിനുള്ളിൽ 60% സ്വദേശികളെ നിയമിക്കാത്ത സ്ഥാപനങ്ങൾക്ക് കനത്ത പിഴ അടയ്ക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പും നൽകി. ഇതോടെ പല ബിസിനസ് സ്ഥാപനങ്ങളും അവരുടെ എല്ലാം താളം തെറ്റും. കാരണം ഈ നിബന്ധനകൾ അനുസരിച്ച് ചെറുകിട സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകും. സ്വദേശികളെ ജോലിക്ക് വെച്ചാൽ അവരൊന്നും കൃത്യമായി ജോലിക്ക് വരില്ല. മുൻപ് 30% പേരെ വെക്കണമെന്ന് നിബന്ധനയുള്ളപ്പോൾ പോലും അവരെ പേരിന് വേണ്ടി ജോലിക്ക് വെച്ചിട്ട് വെറുതെ വീട്ടിലിരുത്തി ശമ്പളം കൊടുക്കുന്ന പല കമ്പനികളുമുണ്ട്. ചെറുകിട കമ്പനികൾക്ക് ഇതൊന്നും താങ്ങാൻ ഒക്കുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് പ്രവാസികൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പാടുപെടും. മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഇതേ തീരുമാനമെടുത്താൽ പ്രവാസികൾ കൂട്ടത്തോടെ തിരിച്ചു വരേണ്ടി വരും. ഇവിടെ തൊഴിൽക്ഷാമം രൂക്ഷമാവുകയും ചെയ്യും. സാമ്പത്തിക പ്രതിസന്ധിയും ഉണ്ടാകും. ഈ തീരുമാനം വന്നതോടെ ആശങ്കയിലായിരിക്കുകയാണ് പ്രവാസ ലോകം.